ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഞാൻ ആച്ച ബിനീഷ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ എക്സാം, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാം തുടങ്ങിയവയ്ക്കൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പം എന്താണ് കഴിഞ്ഞ തവണത്തെ കറണ്ട് അഫയേഴ്സ് ട്രെൻഡ്, ഇവ അറിയാൻ എല്ലാവർക്കും വലിയ താല്പര്യമാണുള്ളത്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് മനസ്സിലാക്കി തരാനായിട്ട് എന്താണ് കറണ്ട് അഫയേഴ്സിൽ പഠിക്കേണ്ടത്, ലാസ്റ്റ് മൊമെൻറ്റ് കറണ്ട് അഫയേഴ്സിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാനായിരിക്കും എല്ലാവർക്കും വലിയ താല്പര്യമുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ആ കറണ്ട് അഫയേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡിഗ്രി ലെവൽ പ്രിലിംസിനും എന്തായിരിക്കും കറണ്ട് അഫയേഴ്സ്, കഴിഞ്ഞ തവണകളിൽ ചോദിച്ച ട്രെൻഡ് എന്താണ്, നമ്മൾ എന്ത് പഠിച്ചിട്ട് പോകണം എന്നുള്ള ഹോട്ട് ടോപ്പിക്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതാണ് ക്വസ്റ്റ്യനിൽ കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, 2024/2024 കാറ്റഗറി നമ്പറിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ആദ്യം വായിച്ച് മനസ്സിലാക്കുമ്പം നമുക്ക് എന്ത് മനസ്സിലാവും, ട്രെൻഡിനെ പറ്റി ഒരു ധാരണയുണ്ടാകും. 2023 മെയ് മാസത്തിൽ നടന്ന നാഷണൽ ഗാലറി ഓഫ് മോഡേൺ ആർട്ടിൽ നടന്ന ഒരു തീമാറ്റിക് എക്സിബിഷനാണ് ജൻശക്തി എ കളക്റ്റീവ് പവർ. ഇതിനെ സംബന്ധിച്ച് ഏത് പ്രസ്താവനകൾ തെറ്റാണ്? പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രക്ഷേപണ പരിപാടിയായ മൻ കി ബാത്തിൻ്റെ 150ാമത്തെ എപ്പിസോഡായിരുന്നു ഇത്. എക്സിബിഷൻ ഇന്ത്യയുടെ കലാവൈവിധ്യത്തെ ആഘോഷിക്കുന്നു. സ്വച്ഛ് ഭാരത് തീം ഒരു കലയായി ചിത്രീകരിച്ച് ഇവിടെ പ്രദർശിപ്പിച്ചു. 20 തീമുകളുടെ കലാപരമായ പ്രതിനിധാനം അവിടെ പ്രദർശിപ്പിച്ചു. ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഈ ക്വസ്റ്റ്യൻ എവിടെ നിന്ന് വന്നതാണ്? ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് വാർഷിക ആഘോഷങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്ന് വന്നതാണ് അല്ലേ? വാർഷിക ആഘോഷങ്ങൾ, എ കളക്റ്റീവ് പവർ, ജൻശക്തി എ കളക്റ്റീവ് പവർ മൻ കി ബാത്തുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷേ പഠിക്കുമ്പോൾ നമ്മളതിൻ്റെ പേര് മാത്രം പഠിച്ചാൽ പോരാ, കാരണം ഇവിടെ സ്റ്റേറ്റ്മെൻറ്റിലേക്കാണ് വന്നത്. ഇവിടെ നോക്കിക്കേ, പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിൻ്റെ 150ാമത്തെ എപ്പിസോഡ് ആയിരുന്നോ? ഒരിക്കലുമല്ല, 100th ആണ് അല്ലേ? അതൊക്കെ ഇന്ത്യയുടെ എക്സിബിഷൻ ഇന്ത്യയുടെ കലാവൈവിധ്യത്തെ ആഘോഷിക്കപ്പെടുന്നു. സ്വച്ഛ് ഭാരത് തീം വന്നൊരു കല ആയിട്ട് ചിത്രീകരിച്ച് അവിടെ പ്രദർശിക്കപ്പെട്ടു. ദെൻ നോക്കിക്കേ, 20 തീമുകളുടെ കലാപരമായ പ്രതിനിധാനം അവിടെ പ്രദർശിപ്പിച്ചു. 20 തീമുകൾ ഡീറ്റെയിൽഡിലേക്ക് ഇറങ്ങി. 20 ആയിരുന്നോ? ഒരിക്കലുമല്ല, 20 അല്ല, 12 അവിടെ ആൻസർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ 1 and 4 എന്താണ്? തെറ്റാണ്. മനസ്സിലായോ? നമ്പേഴ്സിലൊക്കെ ചെറിയ ചെറിയ പാറ്റേൺ വ്യത്യാസം വരുത്തിയിട്ടാണ് ക്വസ്റ്റ്യൻ ഫോം ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് തെറ്റാണെന്ന് മനസ്സിലായി അല്ലേ? അപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ എന്ത് പഠിക്കണം? ഡീറ്റെയിൽസിലേക്ക് വാർഷികങ്ങൾ പഠിക്കണം. അപ്പോൾ വാർഷിക ആഘോഷങ്ങൾക്ക് ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഭരണഘടന സ്വീകരിച്ചതിൻ്റെ 75ാമത്തെ വാർഷികം നടന്നു. 75ാമത്തെ വാർഷിക ആഘോഷം നടന്നു. അതിനൊരു പേരുണ്ടായിരിക്കും, ആ ക്യാമ്പയിൻ ഒരു പേരുണ്ടായിരിക്കും. എന്താണ്? ഹമാര സംവിധാൻ ഹമാര സ്വാഭിമാൻ, നമ്മുടെ ഭരണഘടന നമ്മുടെ അഭിമാനം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടെന്നുണ്ടായിരിക്കും, അതിൻ്റെ ഭരണഘടനയുടെ 2 പതിപ്പുകൾ പുറത്തേക്കിറങ്ങി. ഏത് പതിപ്പുകളാണ്? ഏത് ഭാഷയിലാണ് ഇറങ്ങിയത്? സംസ്കൃതം, മൈഥിലി എന്ന് പറയുന്ന ഭാഷകളിൽ, സംസ്കൃതത്തിലുണ്ട്, മൈഥിലിയിലുണ്ട്, 2 ഭാഷകളിൽ ഇറങ്ങി. ആ ക്യാമ്പയിൻ ഒരു നെയിം ഉണ്ടായിരുന്നു ഇല്ലേ? പിന്നെ 75 രൂപയുടെ ഒരു നാണയം പുറത്തിറങ്ങി. ഇതൊക്കെ ഈ പറയുന്ന ഭരണഘടന നമ്മൾ സ്വീകരിച്ചതിൻ്റെ 75ാമത്തെ വാർഷികമാണ് അല്ലേ? അപ്പം നമ്മൾ നോക്കിക്കേ, അങ്ങനെയുള്ള വാർഷിക ആഘോഷങ്ങൾ പഠിക്കണം. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന വാർഷിക ആഘോഷങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡിലായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ വാർഷിക ആഘോഷങ്ങൾ നമ്മൾ എന്ത് പഠിക്കാൻ പറ്റും? നമുക്ക് പഠിക്കാൻ പറ്റും. ഇപ്പോൾ പേര് മാത്രമല്ല, ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് പഠിക്കണമെന്ന് ഈ ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലായി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഖഗോള സ്രോതസ്സുകളിൽ നിന്നുള്ള എക്സ്റേ ഉദ്യമനത്തിൻ്റെ ബഹിരാകാശത്തെ അടിസ്ഥാനമാക്കിയുള്ള ധ്രുവീകരണ അളവുകളിൽ ഗവേഷണം നടത്താൻ 2024 ജനുവരി 1 ISRO വിക്ഷേപിച്ച ശാസ്ത്രീയ ഉപകരണം തിരിച്ചറിയുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഈ മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ഇംഗ്ലീഷിലുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്കറിയാം എന്താണ്, സെലസ്റ്റിയൽ സോഴ്സിനെ പറ്റിയുള്ള ഒരു ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത് വന്നേക്കുന്നത്. അപ്പം നമുക്ക് ആ ഒരു ടോപ്പിക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നോക്കിക്കേ. ISRO എന്ന് പറയുന്ന ISROയുടെ അച്ചീവ്മെൻറ്റ്സ്,
ISRO അച്ചീവ്മെൻറ്റ്സ് എന്താണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ISROയുടെ അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയുമ്പം ശ്രീഹരിക്കോട്ടയിൽ നിന്ന് 100ാമത്തെ വിക്ഷേപണം ഉണ്ട്. എന്താണ് അതിൻ്റെ പേര്? NVS-02. നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. അടുത്ത വർഷം എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഇനിയുള്ള ക്വസ്റ്റ്യൻസിൽ NVS-02നെ പറ്റി വേണമെങ്കിൽ ചോദിക്കാം. ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള 100ാമത്തെ വിക്ഷേപണമായിരുന്നു. അതിനൊരു റോക്കറ്റ് ഉണ്ടായിരുന്നു. ഏത് റോക്കറ്റിലൂടെയാണ് പോയത് അല്ലേ? ഏതാണ്? GSLV F-15 ആണ്. F-15 ആണ് കേട്ടോ, F-15 ആണ്. അപ്പോൾ ഡീറ്റെയിൽസ് അത് നോക്കുക. എന്താ നമ്മൾ NVS-02. പിന്നെ നമ്മുടെ ഡോക്കിംഗ് പരീക്ഷണമില്ലേ, ഡോക്കിംഗ് പരീക്ഷണം ഏതാണ് പേര്? സ്പാഡെക്സ് അല്ലേ? സ്പാഡെക്സ് ഇന്ത്യയുടെ ഡോക്കിംഗ് പരീക്ഷണം. ഇത് ചോദിക്കാൻ പറ്റും അല്ലേ? പിന്നെന്ത് ചോദിക്കാൻ പറ്റും? പ്രോബ 3 മിഷൻ. ഇതൊക്കെ മേ ബി എന്തിൽ വരാൻ പറ്റും? പുതിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ വേണമെങ്കിൽ വരാവുന്ന ടോപ്പിക്കാണ്. കാരണം എക്സ്പോസാറ്റൊക്കെ കഴിഞ്ഞ തവണകളിൽ തമോഗർത്തങ്ങളെ പറ്റിയൊക്കെയുള്ള പഠനത്തിന് വേണ്ടി എക്സ്പോസാറ്റൊക്കെ 2-3 ക്വസ്റ്റ്യൻസിൽ ഉണ്ടായിരുന്ന ഒരു ചോദ്യങ്ങളാണ് എക്സ്പോസാറ്റ് എന്ന് പറയുന്നത്, ആദിത്യ എന്ന് പറയുന്നതും ഒക്കെ. അപ്പം ആദിത്യ കഴിഞ്ഞ തവണത്തെ ഏറ്റവും ഒരു ഹോട്ട് ടോപ്പിക്ക് തന്നെയായിരുന്നു. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഹോട്ട് ടോപ്പിക്കിൽ നിങ്ങൾ പഠിച്ചിട്ട് പോകേണ്ട ടോപ്പിക്ക്. അപ്പോൾ അതിൽ കിട്ടിയ ഒരു ടോപ്പിക്കാണ്. ഇനിയും ഈ പുതിയ ടോപ്പിക്കുകൾ നിങ്ങൾ പഠിക്കുക. നോക്കിക്കേ, കണ്ടോ ആദിത്യ. പക്ഷേ ആദ്യത്തെ പ്രാവശ്യമൊക്കെ ഈ ആദിത്യ പഠിപ്പിച്ച് ഇത് പഠിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞു. 2ാമത്തെ തവണയിലേക്കൊക്കെ എത്തിയപ്പോൾ ക്വസ്റ്റ്യൻ്റെ ലെവൽ മാറി തുടങ്ങി. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഏത് റോക്കറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 50C 57 ആണ് റോക്കറ്റ് ആൻസർ വരുന്നത് അല്ലേ? റോക്കറ്റ് L1 ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ആദിത്യ L1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ISROയുടെ സൗരദൗത്യമാണ് ആദിത്യ L1 എന്ന് പറയുന്നത് അല്ലേ? അത് ചോദിച്ചത് 2023 ഈ വിക്ഷേപണം നടക്കുന്നത്. സെപ്റ്റംബർ 2 വിക്ഷേപണം നടക്കുന്നത്. ഡേറ്റ് തീയതികളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ക്വസ്റ്റ്യൻ്റെ ലെവൽ മാറി ആ ചോദ്യങ്ങളാണ് കാണുന്നത്. L1 ലഗ്രാഞ്ച് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടായിരുന്നു കേട്ടത്. പിന്നീടൊരു ക്വസ്റ്റ്യനിൽ ചോദിച്ചതാണ് 38/2024 കാറ്റഗറി ചോദിച്ച ചോദ്യം ഇതാണ്. എത്രയാണ് ദൂരം എന്ന് ചോദിച്ചു. മനസ്സിലായോ? ആൻസർ എ ആണ്. ഭൂമിയിൽ നിന്ന് 1.5 ദശലക്ഷം കിലോമീറ്റർ ആണ്. അതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇനി നോക്കിക്കേ, അടുത്തത് ഇവിടെ വന്നപ്പോൾ എന്ത് ചെയ്യുന്നു? ആദിത്യ L1 ദൗത്യത്തിൻ്റെ പ്രധാന ലക്ഷ്യം ചോദിച്ചു. അവിടെ പ്രധാന ലക്ഷ്യം എന്നുള്ളതായിരുന്നു ചോദ്യം. ഞാൻ പറഞ്ഞില്ലേ പാറ്റേൺ മാറി എന്നുള്ളത്. അപ്പോൾ ഡീറ്റെയിൽഡിലേക്ക് phase 1 phase 2 ഒക്കെ വന്നപ്പോഴത്തേന് ഇത് 71/2024 ചോദ്യമാണ്. ഇവിടെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളാർ അപ്പർ അറ്റ്മോസ്ഫിയറിക്ക്, അതായത് ക്രോമോസ്ഫിയറും കൊറോണയും ചലനാത്മകതകളെക്കുറിച്ചുള്ള പഠനമായിരുന്നു അതിൻ്റെ പ്രധാന ലക്ഷ്യം. അപ്പോൾ ഈ ക്വസ്റ്റ്യനൊക്കെ ഒരുപാട് പേര് തെറ്റിച്ചിട്ടുണ്ട്. പ്രധാന ലക്ഷ്യം എന്താണ്? ഡീറ്റെയിൽഡിലേക്ക് പോയി പഠിക്കേണ്ട ടോപ്പിക്കുകളാണ്. പ്രത്യേകിച്ച് നമ്മൾ 2ാമത്തെ ടോപ്പിക്ക് അപ്പോൾ എവിടെയാണ് പറഞ്ഞത്? സയൻസ് ആൻഡ് ടെക്നോളജി ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് പഠിക്കണം? സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് പഠിക്കണം? എന്താണ് ഡീറ്റെയിൽസ് എന്ന് നോക്കുക. കറണ്ട് ട്രെൻഡ്സ് മനസ്സിലാക്കുക. ഇത് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിരുന്ന ട്രെൻഡ്സുകളാണ്. അപ്പം ഇത് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചാൽ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി നമുക്ക് അത്യാവശ്യം മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും അല്ലേ? അടുത്ത ചോദ്യം നോക്കിക്കേ. കഴിഞ്ഞ തവണയിലെ ഒരു ഹോട്ട് ടോപ്പിക്കാണ് ഭരണഘടന. അപ്പോൾ ഭരണഘടന എപ്പോഴും വരുമ്പോൾ എന്തായിരിക്കും? ഭരണഘടനാ ദിനം, തീമുകൾ, പിന്നീട് എന്ത് ചോദിക്കും? ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പുതിയ നിയമങ്ങൾ അത് വരുന്നതാണ് നോക്കുന്നത്. പക്ഷേ ഇവിടെ ഈ പ്രാവശ്യം ബില്ലുകൾക്ക് പ്രാധാന്യം കൊടുത്തു തുടങ്ങി. മനസ്സിലായോ? ബില്ലുകൾ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കേ, ഈ ഭരണഘടനാ ഭേദഗതികൾ അല്ലെങ്കിൽ അങ്ങനെ വരുമ്പം ഭേദഗതി നിയമത്തിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ എന്തൊക്കെ ഉണ്ടാകുന്നുണ്ട് അതിനൊക്കെ കുറച്ചുകൂടെ പരിഗണന കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ശക്തിവന്ദൻ ഇതൊക്കെ കഴിഞ്ഞ തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച മേഖലകളാണ്. നമ്മൾ പഠിക്കുമ്പോൾ ഇനിയും ഇവയൊക്കെ തന്നെ ഈ തവണയും ചോദിക്കാൻ സാധ്യതകളുണ്ട്. ഇവിടെ 106ാമത്തെ ഭേദഗതികളെ പറ്റിയാണ് ചോദിച്ചേക്കുന്നത്. 106 കഴിഞ്ഞ തവണ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചോദിച്ചു. ഏതൊക്കെ ആർട്ടിക്കിളാണ് അവിടെ വന്നേക്കുന്നത്? അപ്പം നമ്മൾ വെറുതെ പഠിച്ചിട്ട് മാത്രം പോകരുത്. ഇവിടെ നമുക്കറിയാം എന്തൊക്കെയുണ്ട്. 239 A
എ വരുന്നുണ്ട്, 330 എ വരുന്നുണ്ട്, 332 എ വരുന്നുണ്ട് അല്ലേ? ഇതൊക്കെ ഇവിടെ എന്ത് വരുന്നുണ്ട്? 334 എ വരുന്നുണ്ട്. അപ്പം ഇതൊക്കെ മാറ്റങ്ങൾ വരുന്നതാണ്. ആർട്ടിക്കിൾസിന് എന്തൊക്കെ മാറ്റം വരുത്തുമെന്ന് ചോദിച്ചു. 106ാമത്തെ ഭരണഘടനാ ഭേദഗതിയിൽ ഡീറ്റെയിലിലേക്ക് പോയ ക്വസ്റ്റ്യൻ ആയിരുന്നു രണ്ടാമത്തെ പ്രാവശ്യം. അവിടെ നോക്കിക്കേ, ആൻസർ സി ആണ് വന്നിരിക്കുന്നത്. ആൻസർ സി. അതെന്താണ്? 1ഉം 2ഉം മാത്രമാണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഭരണഘടനാ ഭേദഗതികൾ പഠിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള നാരീശക്തൻ വന്ദനദിനീയം അത് പഠിക്കുക. ഇത് വീണ്ടും ഒന്നും കൂടെ നോക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും ഇതിനൊരു സാധ്യതയുണ്ട്. 106ാം ഭരണഘടനാ ഭേദഗതി ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ബില്ല് പഠിക്കുമ്പോൾ നമ്മൾ എന്ത് പഠിക്കണം? നിയമസഭാ തെരഞ്ഞെടുപ്പ് അല്ലേ? ആ സമയത്ത് നമ്മളൊരു ബില്ല് കേട്ടു, ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ ബില്ല്. 129ാമത്തെ ഭരണഘടനാ ഭേദഗതി ബില്ല്, 129 ഭരണഘടനാ ഭേദഗതി ബില്ല്. അത് നിങ്ങൾ ഉറപ്പായും എന്ത് ചെയ്യണം? അത് പഠിച്ചിട്ട് തന്നെ പോകണം. 129 ഭരണഘടനാ ഭേദഗതി ബില്ലിനെ പറ്റി പഠിച്ചിട്ട് പോകുക. ഓക്കെ. പിന്നെ ഞാൻ പറഞ്ഞു കേരളത്തിൽ നിന്ന് ബില്ലുകൾ നോക്കുമ്പോൾ അത്യാവശ്യം കേരളത്തിൽ നിന്നുമുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. നോക്കിക്കേ, 24ലെ ക്വസ്റ്റ്യനാണ്. 2023 കേരള ഗവർണർ രാഷ്ട്രപതിയുടെ അനുമതി റിസർവ് ചെയ്യുകയും റഫർ ചെയ്യുകയും ചെയ്ത കേരള നിയമസഭയുടെ ഏത് ബില്ലിനാണ് ഇന്ത്യൻ രാഷ്ട്രപതിയിൽ നിന്ന് അനുമതി ലഭിച്ചത്? ആൻസർ സി ആണ്. കേരള ലോകായുക്ത ഭേദഗതി ബില്ലിനെ പറ്റിയാണ്. ഇത് കറണ്ട് അഫെയർസിൽ ചോദിച്ചതാണ്. 2022 ഒരു ബില്ലിനെ പറ്റി 2024 എന്ത് ചെയ്തു? കറണ്ട് അഫെയർസ് ക്വസ്റ്റ്യനായിട്ട് വന്നു അല്ലേ? ഇനി നോക്കിക്കേ, അടുത്തത് ഈ ഭരണഘടനയുമായി ബന്ധപ്പെട്ട കറണ്ട് അഫെയർസിൽ എന്താ പഠിക്കേണ്ടത്? ഇലക്ട്രൽ ബോണ്ട് സ്കീം കേസിൻ്റെ വിധിയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത് എന്ന് ചോദിച്ചത്. ശരിയേത് വായിച്ചു നോക്കിയ ഓപ്ഷൻസ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട എന്താ പറഞ്ഞാൽ, ഈ എക്സാം നടക്കുന്നത് കാറ്റഗറി 41/2024 നടന്നത് മെയ് മാസത്തിലാണ്. അപ്പോൾ ഇവിടെ ചോദിച്ച കറണ്ട് അഫെയർസ് നോക്കിക്കേ. 2024 ഫെബ്രുവരിയിൽ സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ടുകളുടെ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഭരണഘടന വിരുദ്ധമാണെന്ന് കണ്ടെത്തി. ഇലക്ട്രൽ ബോണ്ട് പദ്ധതി ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19(1)A പ്രകാരമുള്ള വിവരാവകാശവും അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യവും ലംഘിക്കുന്നു. ബ്ലാങ്കറ്റ് കോർപ്പറേറ്റ് രാഷ്ട്രീയ ഫണ്ട് അനുവദിക്കുന്ന കമ്പനി നിയമത്തിലെ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് കോടതി കണ്ടെത്തുന്നു. അപ്പം റെലവൻസ് നോക്കിക്കേ, ഏറ്റവും റീസെൻ്റ് നടന്ന മെയ് മാസത്തിൽ നടന്ന പരീക്ഷയ്ക്ക് ഫെബ്രുവരി മാസത്തിലെ കറണ്ട് അഫെയർസ് കൊടുത്തു. ഭരണഘടനയുമായി ബന്ധപ്പെട്ട വിധികൾ ഇതൊക്കെ എന്തായാലും നിങ്ങൾ പഠിച്ചു വയ്ക്കുക. കേസുകൾ പഠിച്ചു വയ്ക്കുക. അത് കേരളത്തിൽ മാത്രമുള്ളതല്ല, ഇന്ത്യയിലുള്ള ഒട്ടാകെ നടന്ന കേസുകൾ നമ്മൾ നോക്കിയിരിക്കണം. ഓക്കെ. ഇനിയും എപ്പോഴത്തെയും സ്ഥിരം പാറ്റേൺ നൊബേൽ പ്രൈസ്. പക്ഷേ നോക്കിക്കേ, 2024 23 ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഇവിടെ ഓപ്ഷൻസ് ഇങ്ങനെ ചേരുമ്പോഴേ ചേർക്കുക എന്നൊരു പാറ്റേൺ ആയിരുന്നു. ഓപ്ഷൻസ് തെറ്റിപ്പോയി, അതുകൊണ്ട് ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തു. പക്ഷേ നൊബേൽ പ്രൈസിൽ 24 കയറിയിട്ട് 21 ചോദ്യവും ചോദിച്ചു. മനസ്സിലായോ? അടുത്ത് നോക്കിക്കേ, 24 22 മേഖലയും ചോദിച്ചു. അപ്പോൾ കറണ്ട് അഫെയർസ് നമ്മൾ എപ്പോഴും പഠിക്കുന്ന പോലെ അവാർഡുകൾ എന്ന് പറയുന്ന കാര്യം പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? കഴിഞ്ഞ 3 വർഷത്തത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പഠിച്ചു വയ്ക്കുക. ഓക്കെ. ഇനിയും പത്മ പുരസ്കാരം അവാർഡ്, ക്ലീഷേ അവാർഡുകളുടെ കാറ്റഗറി തന്നെയാണ് പത്മ പുരസ്കാരം. പക്ഷേ ഇവിടെ ഓപ്ഷൻസ് തെറ്റിയാണ് കൊടുത്തിരുന്നത്. സി ആണ് ആൻസറായിട്ട് വരുന്നത്. അപ്പം ഈ പറഞ്ഞ കൂട്ടത്തിൽ ഞാനൊരു കാര്യം കൂടെ പറയാം. ഇത് ഡിഗ്രി തലത്തിലെ ക്വസ്റ്റ്യൻസിനെ ഞങ്ങൾ സോർട്ട് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത്. കഴിഞ്ഞ തവണ നടന്ന ഡിഗ്രി തലത്തിലെ ഏകദേശം 17ഓളം ചോദ്യപേപ്പറുകൾ കൃത്യമായി അനലൈസ് ചെയ്ത്, ഇപ്പം നമുക്കറിയാം, നമ്മൾ ഇത് പഠിപ്പിച്ച അങ്ങ് തരുമ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ പഠിക്കുന്ന ഒരൊറ്റ ക്ലിക്കിൽ 17 സെറ്റ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഇവയൊക്കെ സോൾവ് ചെയ്ത് പഠിപ്പിച്ച് തരുന്ന ക്ലാസ്സുകൾ ആപ്പിൽ റെക്കോർഡഡ് ക്ലാസ്സുകളാണ്. ഇഷ്ടമുള്ള സമയത്ത് ഈ 17 എണ്ണവും നിങ്ങൾക്ക് കണ്ടു തീർക്കാൻ പറ്റും. നിങ്ങളൊരു 1 or 2 ദിവസം മെനക്കെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 17
ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൃത്യമായി പഠിക്കാൻ പറ്റും. എലിമിനേഷൻ ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് 1 മണിക്കൂർ 1.25 മണിക്കൂർ, നമുക്കറിയാം 1.5 മണിക്കൂറാണ് നമ്മൾ സാധാരണ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ തന്നെ ചെയ്യുമ്പോൾ. പക്ഷെ നമ്മൾ എന്തായിരിക്കും റാങ്ക് ഫയൽ വെച്ചത് ഇങ്ങനെ വായിച്ചായിരിക്കും പോകുന്നത്. അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. നമ്മൾ എലിമിനേഷൻ മെത്തേഡൊക്കെ യൂസ് ചെയ്ത് എങ്ങനെ സോൾവ് ചെയ്യാം എന്ന രീതിയിലാണ് ഈ ഒരു പ്രോജക്റ്റ് ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാകും. താല്പര്യമുള്ളവർ ഞങ്ങളെ കണക്ട് ചെയ്യുക. 8590202323. ഞാനൊരു ഗൂഗിൾ ഫോം താഴെ കൊടുത്തിരിക്കാം. താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഒന്ന് അതിൽ എൻ്റർ ചെയ്താൽ മതി, ഡീറ്റെയിൽസ് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹമാസ് ഇസ്രായേൽ സംഘർഷത്തിനിടെ ഇസ്രായേൽ ദേശീയ നിലവാരം തിരിച്ചു കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനമാണ്. അപ്പോൾ ഈ അടുത്തിടെ ഓപ്പറേഷൻ, അത് നമുക്കറിയാം കുറച്ച് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ഈ അടുത്തിടെ ഒരു ഓപ്പറേഷൻ ബ്രഹ്മ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഓപ്പറേഷൻ ബ്രഹ്മ കേട്ടിട്ടുണ്ടോ? എന്തിനായിരുന്നു? മ്യാൻമാറിൽ ഭൂകമ്പം തകർത്തതിന് അതിന് താങ്ങാകാൻ വേണ്ടി ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണ്. ഏതാ? ഓപ്പറേഷൻ ബ്രഹ്മ അല്ലേ? ഓപ്പറേഷൻ ബ്രഹ്മ. ഇനി എന്താണ്? ഓപ്പറേഷൻ കാവേരി. ഇതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് പോകണം. കാവേരി എവിടത്തേക്കാണ്? കാവേരി എന്ന് പറയുന്നത് സുഡാനുമായി ബന്ധപ്പെട്ട, സുഡാനിൽ നിന്ന് എന്താണ് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടത്തിയ രക്ഷാദൗത്യമാണ് കാവേരി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അന്തർദേശീയ തലത്തിൽ വരുന്ന ഓപ്പറേഷനുകൾ ഒന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ദെൻ അടുത്ത എന്താ വാർത്ത? അപ്പോയിൻമെൻ്റ് ആണ്. തലേന്ന് വരെയുള്ള അപ്പോയിൻമെൻറ്റ് നോക്കിയിട്ട് പോകണം എന്നൊരു സ്റ്റാൻഡിലേക്കാണ് BSc എത്തുന്നത്. അപ്പം ഏറ്റവും നമ്മൾ ഒരു കറണ്ട് അഫയേഴ്സ് മാഗസിൻ മാത്രം വായിച്ചിരിക്കാതെ പുതിയ അപ്ഡേറ്റ് നോക്കുക. കേരള കലാമണ്ഡലത്തിൻ്റെ പുതിയ വൈസ് ചാൻസലർ ഡോക്ടർ B. അനന്തകൃഷ്ണൻ. അടുത്തത് കേരള സാഹിത്യ അക്കാദമിയുടെ പുതിയ പ്രസിഡൻറ്റ്. ഇതെല്ലാം ചോദിച്ചതാണ്. എന്താണ്? K. സച്ചിദാനന്ദൻ. പ്ലാസ്റ്റിക് മലിനീകരണവുമായി ബന്ധപ്പെട്ട പുതിയ വസ്തുതകൾ പരിഗണിക്കുക എന്നുള്ള ഈ ചോദ്യം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇത് ക്വസ്റ്റ്യൻ ക്യാൻസലായിപ്പോയി. ഇവിടെ 5 മില്ലിമീറ്റർ അവിടെ ഒരു ചെറിയ കറക്ഷൻ ഉണ്ടായിരുന്നു. ഇവിടുത്തെ 3ാമത്തെ ഓപ്ഷൻ നോക്കിക്കേ. പ്രതിവർഷം ഏകദേശം 11 ലക്ഷം ടൺ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സമുദ്രങ്ങളിലേക്ക് ഒഴുകുന്നു. ഇത് 2040 ആകുമ്പം 3 ഇരട്ടിയാകുന്നു. 2 or 3 സ്റ്റേറ്റ്മെൻറ്റുകൾ GK പോർഷനിൽ നിന്ന് കൊടുക്കുന്നു, 3ാമത്തത് കറണ്ട് അഫയേഴ്സിൽ നിന്ന് കൊടുക്കുന്നു. ഈ ട്രെൻഡ് കഴിഞ്ഞ തവണ ഒരുപാട് ചോദ്യങ്ങളിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളൊക്കെ ഒന്ന് കറക്റ്റായിട്ട് നോക്കിയിരുന്നു കഴിഞ്ഞാൽ ആ തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റും. എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ, സാമ്പത്തികവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ തന്നെയാണ് കഴിഞ്ഞ തവണത്തെ ഹോട്ട് ടോപ്പിക്ക്. സാമ്പത്തിക സർവേയുടെ ബദൽ കേട്ടോ. 2024 എക്കണോമിക് റിവ്യൂ, എക്കണോമിക് റിപ്പോർട്ട് ഇതൊക്കെ കറക്റ്റായിട്ട് നോക്കിയെങ്കിൽ മാത്രമേ ഈ പറയുന്ന P. അനന്ത നാഗേശ്വരനെ പറ്റിയുള്ള ചോദ്യം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അതൊരു വലിയ ടോപ്പിക്കാണ്. കറക്റ്റായിട്ടും നമ്മൾ സാമ്പത്തിക സർവേ എന്ന് പറയുന്നത് കൃത്യമായി മനസ്സിലാക്കുക. ഇനി വിംബിൾഡൺ സ്പോർട്സിലേക്ക് വരികയാണെങ്കിൽ ക്ലീഷേ ചോദ്യങ്ങൾ തന്നെയാണ്. കുറച്ചൊക്കെ ചോദ്യങ്ങൾ നമുക്ക് കണ്ടു. വിംബിൾഡൺ കണ്ടു 2023. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. താലിബാൻ വധിച്ച ഇന്ത്യൻ ഫോട്ടോ ജേർണലിസ്റ്റ്. ഈ താലിബാൻ വധിച്ച ഇന്ത്യൻ ഫോട്ടോ ജേർണലിസ്റ്റ് എന്ന് പറയുന്നത് ഡാനിഷ് സിദ്ദിഖിയെ പറ്റിയുള്ള ഈ വാർത്ത 2021 വന്ന വാർത്തയാണ്. അതുപോലും 2024 അന്നൊക്കെ പത്രം വായിച്ച അല്ലെങ്കിൽ അന്നൊക്കെ പഠിച്ചവർക്ക് മാത്രമാണ് ഈ വാർത്ത ഓർമ്മയുള്ളത്. ഡാനിഷ് സിദ്ദിഖിയെ പറ്റിയുള്ള വാർത്ത 2024 ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനിയും ഒമേഗൽ എത്ര പേര് കേട്ടിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. ഒമേഗൽ എന്ന് പറയുന്നത് വിദേശത്തുള്ളവരുമായിട്ടൊക്കെ ഒരു ചാറ്റ് ചെയ്യുന്ന വീഡിയോ കോൾ നടത്തുന്ന ഒരു സംവിധാനമായിരുന്നു. അതിൻ്റെ പ്രവർത്തനം 2023 നവംബറിൽ 8 അടച്ചുപൂട്ടി. ആരാണ് സ്ഥാപകൻ? നമ്മുടെ ടിക്ടോക്ക്, ടെലിഗ്രാം ഇങ്ങനെയൊക്കെയുള്ള കുറേ സൈബറുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളും അടച്ചുപൂട്ടലിൽ പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടത് സ്ഥാപകരെ ഒന്ന് പഠിച്ചു വയ്ക്കുക. ഒരു മാർക്ക് ഈസി ആയിട്ട് നേടാൻ പറ്റും. പേര് പഠിച്ചാൽ മാത്രം മതി, മറന്നു പോകരുത്. ഓക്കെ, ഇനിയും ഇതും നമ്മുടെ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏത് ശരി എന്ന് ചോദിക്കുമ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ്
എപ്പോഴും എന്ത് കൊടുക്കുന്നു? കറണ്ട് അഫയേഴ്സ് കൊടുക്കുന്നു. ഇപ്പം ട്രെൻഡുകളിൽ കറണ്ട് അഫയേഴ്സ്, ആ കറണ്ട് അഫയേഴ്സ് ഇവിടെ എന്താ ചോദിച്ചേക്കുന്നത്? യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ദുബായിൽ നടന്ന UN കാലാവസ്ഥ വ്യതിയാന സമ്മേളനം, അല്ലേ? വ്യതിയാന സമ്മേളനം എന്താണ് 2023 ഡിസംബറിൽ അവസാനിച്ചു എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് ശരി എന്നുള്ളതാണ്. അപ്പം അവിടെ നമുക്ക് കാലാവസ്ഥാ വ്യതിയാന സമ്മേളനത്തിൻ്റെ UN ക്ലൈമറ്റ് സമ്മിറ്റിനെ പറ്റി നമ്മൾ പഠിക്കുന്നതാണ്, അല്ലേ? അപ്പോൾ അതിന് ഡേറ്റുകൾ നോക്കുക. അവസാനിച്ചു, ഈ മാസമാണ് അവസാനിച്ചത്. കൃത്യതയാർന്ന് പഠിച്ചാൽ മാത്രമാണ് അത് പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഏകദേശം നിങ്ങൾക്ക് ട്രെൻഡുകൾ മനസ്സിലായി. ഏതൊക്കെ ഏരിയാസാണ്? ഇനി ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്കൊരു തലവേദനയാണോ? കറണ്ട് അഫയേഴ്സ് പരീക്ഷ എടുക്കുന്നു, കറണ്ട് അഫയേഴ്സ് എന്ത് പഠിക്കും? അപ്പോൾ ടീം കോമ്പറ്റിറ്റീവ് ക്രാക്കർ നിങ്ങൾ എക്സാമിന് തയ്യാറാവുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് സ്പെഷ്യൽ ബാച്ചുകൾ ടീം CC നടത്തുന്നുണ്ട്. എന്ത് പഠിക്കണം, ഏറ്റവും അത്യാവശ്യമായി എന്ത് പഠിക്കണം എന്നുള്ളതിൻ്റെ ഒരു കറണ്ട് അഫയേഴ്സ് ക്രാക്ക് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള കറണ്ട് അഫയേഴ്സ് ക്രാക്കർ എങ്ങനെയാണ് ഏറ്റവും പെട്ടെന്ന് ക്രാക്ക് ചെയ്യുക എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞങ്ങളത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതും നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ടീം CCയോടെ പോകാം. പിന്നെ മോഡൽ എക്സാംസ് ഉണ്ട്. നിരവധി മോഡൽ എക്സാംസ് എഴുതി നോക്കേണ്ട സമയമാണിത്. മോഡൽ എക്സാമിൽ നിന്നും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിഗ്രി ലെവൽ എക്സാംസിൽ പഠിക്കാനുണ്ട്. അപ്പം മറന്നു പോകേണ്ട, PYQ വേണമെങ്കിലും മോഡൽ എക്സാംസ് വേണമെങ്കിലും അതോടൊപ്പം തന്നെ കറണ്ട് അഫയേഴ്സ് മാത്രമായിട്ട് പഠിക്കണമെങ്കിലും ഒക്കെ ഇങ്ങനെ പോന്നോളൂ, നമുക്ക് ഡീറ്റെയിൽഡായിട്ട് പഠിച്ചു തരാം. അപ്പം ഞാനും ഈ പ്രോജക്റ്റിൻ്റെ ഒക്കെ ഭാഗമായിട്ടുണ്ടാകും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഒരു എക്സാം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ ഇരുന്ന് പഠിച്ച് ക്ലിയർ ചെയ്യാവുന്ന കാര്യമാണ്. കഴിഞ്ഞ് നടന്ന ഓരോ എക്സാംസും നിങ്ങളൊന്ന് പരിശോധിക്കുക. ഇന്നലെ വന്ന ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ പോലും 2nd റാങ്ക് മുതൽ CCയുടെ കുട്ടികളുണ്ട്. അപ്പോൾ ഭയങ്കര അഭിമാനമുള്ള ഒരു റിസൾട്ടുകളാണ് ഇവയൊക്കെ. അത് എന്തുകൊണ്ടാണ് നേടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരതുപോലെ ആത്മാർത്ഥമായി പഠിക്കുന്നുണ്ട്. നിങ്ങൾക്കും പഠിച്ച് നേടാൻ സാധിക്കും. അപ്പോൾ വീണ്ടും പുതിയ പ്രോജക്ട്സുമായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.